മലയാളികൾ കാത്തിരുന്ന അഭിമാന നിമിഷമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ലോകം മുഴുവൻ യുദ്ധഭീതിയിലായിരുന്നെങ്കിലും ഇന്നലെ മലയാളികളും ക്രിക്കറ്റ് പ്രേമികളും കാത്തിരുന്നിട്ടുണ്ടായ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മാച്ചിനെ കുറിച്ച് തന്നെയായിരുന്നു. മാച്ചിൽ ആര് ജയിക്കുമെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു, ആരായിരിക്കും ലോകകപ്പിന്റെ സെമി ഫൈനലോട്ട് ഇടം കണ്ടെത്തുമെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ഓരോ ക്രിക്കറ്റ് ആരാധകരും കാത്തിരുന്നത്. ആ ഒരു നിമിഷത്തിൽ ടീമിൽ ഓപ്പണറായിട്ട് വന്നിട്ടുണ്ടായത് നമ്മുടെ സഞ്ജു സാംസൺ ആയിരുന്നു. എല്ലാ തവണത്തെ പോലെ നിരാശനാക്കുമെന്ന് കരുതിയില്ല. ഇത്തവണ എന്താണേലും ടീം ജയിച്ചതിന്റെ ഫുൾ ക്രെഡിറ്റും നമ്മുടെ സഞ്ജു സാംസൺ സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടെന്നേ. 195 റൺസുമായിട്ട് വെസ്റ്റ് ഇൻഡീസ് ഇന്നിങ്സ് അവസാനിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ നമ്മുടെ ഇന്ത്യക്ക് വലിയൊരു കടമ്പ തന്നെയായിരുന്നു മറികടക്കേണ്ടതുള്ളത്. എന്നാൽ തുടക്കം മുതൽ അവസാനം വരെ സഞ്ജുവിന്റെ അതിപ്രഹരങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു വെസ്റ്റ് ഇൻഡീസിന് കാണാൻ സാധിച്ചത്. ഒരു സാഹചര്യത്തിലും സഞ്ജുവിനെ ഔട്ടാക്കാൻ ഇവർക്ക് ആർക്കും തന്നെ സാധിച്ചിട്ടില്ലായിരുന്നു. എന്തൊക്കെയാണ് സ്ഥിരതയില്ലാത്ത ബാറ്റിംഗ് പലപ്പോഴും സഞ്ജുവിനെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇന്നലത്തെ ഒറ്റ മാച്ച് കൊണ്ട് തന്നെ ഇനി വേൾഡ് കപ്പിലല്ല ഇന്ത്യൻ ക്രിക്കറ്റിൽ തന്നെ അടയാളപ്പെടുത്തുന്നതായിരിക്കും സഞ്ജുവിന്റെ ആ ഒരു ഇന്നിങ്സ്. എന്തൊക്കെയാണ് സഞ്ജുവിന് ജസ്റ്റ് മിസ്സിനാണ് ഒരു സെഞ്ചുറി തന്നെ മിസ്സായിരിക്കുന്നത്. 97 റൺസുമായിട്ടായിരുന്നു സഞ്ജു കളം വിട്ടിട്ടുണ്ടായിരുന്നത്. 50 ബോളിൽ 97 റൺസ് എടുത്ത സഞ്ജുവിന് 12 ഫോറും 4 സിക്സും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് സ്ട്രൈക്ക് റേറ്റ് 194. ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച പ്ലെയറായിട്ട് സഞ്ജു സാംസൺ മാറി. ഇന്നലെ സഞ്ജുവിന്റെ കളി നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ സഞ്ജുവിന്റെ പ്രകടനം എത്രത്തോളം മികച്ചതായിരുന്നു എന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.